അതെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു 2, 3 ചെടികൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയത് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പം ഇന്നത്തെ പരിപാടി നമുക്കതിനൊക്കെ ഒന്ന് മാറ്റി നടണം. ചെടിച്ചട്ടിയിലൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാം കേട്ടോ. പിന്നെ അതുകൂടാതെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പതിവ് പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ശബ്ദം കേട്ടിട്ട് വേറെ ആളാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ്. എനിക്കൊരു പനി പിടിച്ചതാണ്. അപ്പം സൗണ്ട് മൊത്തം പോയിരിക്കണേന്ന്. എന്തായാലും വീഡിയോസ് ഇടാതെ പറ്റത്തില്ലല്ലോ. നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടാൽ നമ്മൾ എന്തായാലും ഞാനിത് തുടങ്ങി വെച്ചു. അപ്പം നമുക്ക് തുടർന്ന് അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കിട്ടിയ കുറച്ച് യൂട്യൂബിൽ നിന്ന് കിട്ടിയ കുറച്ച് എന്താ പറയുക, ആ ഒരു വാച്ച് അവറും കുറച്ച് സബ്സ്ക്രൈബേഴ്സും അങ്ങോട്ട് കുറഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതെന്തെങ്കിലും ആവട്ടെ, എനിക്കത് ഇൻട്രസ്റ്റ് കൂടിയാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊരു 3 കളറാണ് വാങ്ങിയത്. പൂക്കളുടെ ഭംഗി കണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് വാങ്ങിയത് തന്നെ കേട്ടോ. മേടിച്ചപ്പം അവിടുത്തെ ചേച്ചി പറഞ്ഞത്, ഇപ്പോൾ ഉള്ള പൂക്കളെ നോക്കണ്ട, നിങ്ങളത് മാറ്റി നട്ട് വേരൊന്ന് പിടിച്ച ശേഷം രാസവളമൊക്കെ ഇട്ട് കൊടുത്താലേ പൂക്കൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. വേര് പിടിക്കുന്നത് വരെ നമുക്ക് ജൈവവളം ഇട്ട് കൊടുത്താൽ മതി, ഇനി അത് ശരിയായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പം നമ്മളത് ആദ്യം തന്നെ ജൈവവളവും ചാണകപ്പൊടിയാണ് ഞാൻ മിക്സ് ചെയ്തത്. പിന്നെ മണ്ണ് കുറവും ചകിരിച്ചോറാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് മതി എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. കാരണം ചെടി വളരെ കനം കുറവുള്ള ചെടിയാണ്, തണ്ടിനൊന്നും തീരെ ബലമില്ല. അപ്പം ഇങ്ങനെ അകന്നകന്ന് പോകുന്നുണ്ട്. അപ്പം ഞാനതെന്ത് ചെയ്തു, ഒരു ചെറിയൊരു നൂലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 3 ചെടികളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും മോന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ആളെൻ്റെ അടുത്ത് വർത്താനം പറയാനൊക്കെ വന്ന് നിൽക്കുവാണ് കേട്ടോ. എനിക്ക് കുറച്ച് പണികളും കൂടെ ഉണ്ടായിരുന്നു. നമ്മളുടെ ഈ ഒരു ട്രീ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ചെറിയതായപ്പം കൊണ്ടുവച്ചതാണ് കേട്ടോ അത്. അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള എനിക്കൊരു കുഞ്ഞു സന്തോഷം കൂടി ഉണ്ട്. അതിൻ്റെ അടിഭാഗത്തുള്ള ചില്ലകളൊക്കെ ഞാനൊന്ന് പുറത്ത് പോയപ്പോൾ എനിക്ക് അത്രയ്ക്ക് പരിചയമില്ല. പക്ഷേ ആളെൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞതാണ്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, ഞാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പം വാച്ച് അവറൊക്കെ ആയോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തത്, നമുക്കങ്ങനെ പെട്ടെന്നൊന്നും വാച്ച് അവർ ആകത്തില്ല, കുറച്ച് സമയമെടുത്ത് ടൈം എടുത്ത് കിട്ടത്തുള്ളൂ. ചിലവരുടേത് പെട്ടെന്ന് ശരിയാവും, ചിലവരുടേത് ശരിയാവത്തില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് മാത്രം.